ഉപഭോക്തൃ സംരക്ഷണവും ശാക്തീകരണവും കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനയാണ്. ഈ മേഖലയിൽ കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം സുപ്രധാന മുന്നേറ്റങ്ങൾ കൈവരിച്ച വർഷമായിരുന്നു 2024. ഉപഭോക്തൃ ശാക്തീകരണത്തിനായി നിരവധി സംരംഭങ്ങൾ ഡിസംബർ 24-ന് ദിനാചരണത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് തുടക്കം കുറിച്ച പുതിയ സംരംഭങ്ങളെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് കാണാം. ഇ-കൊമേഴ്സ് രംഗത്ത് ഉപഭോക്തൃ അവകാശങ്ങളെ മാനിക്കുന്നതിനും ഉൽപ്പന്നങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് കൊണ്ടുവന്ന സംരംഭമാണ് സേഫ്റ്റി പ്ലെഡ്ജ്. മേഖലയിലെ ബന്ധപ്പെട്ടവരുമായി വിപുലമായ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഈ സംരംഭം ആരംഭിച്ചത്. കഴിഞ്ഞ ദേശീയ ഉപഭോക്തൃ ദിനത്തിൽ റിലയൻസ് റീറ്റെയിൽ ഗ്രൂപ്പ്, ടാറ്റ സൺസ് ഗ്രൂപ്പ്, സൊമാറ്റോ, ഓല, സ്വിഗ്ഗി അടക്കമുള്ള 13 ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ സേഫ്റ്റി പ്ലെഡ്ജിൽ ഒപ്പുവച്ചു. ആഗോളതലത്തിൽ മികച്ച രീതികളുമായി യോജിച്ച ഈ സംരംഭം ഇ-കൊമേഴ്സിലെ ഉപഭോക്തൃ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നു. ഇ-കൊമേഴ്സ് മേഖലയിലെ ഡാർക്ക് പാറ്റേൺ പ്രവണതകളെ ചെറുക്കുവാൻ വേണ്ടിയാണ് ജാഗോ ഗ്രാഹക് ജാഗോ ആപ്പ്, ജാഗൃതി ആപ്പ്, ജാഗൃതി ഡാഷ്ബോർഡ് എന്നീ ആപ്പുകൾ. ഉപയോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വഞ്ചനാപരമായ ഡിസൈന തന്ത്രങ്ങളെയാണ് ഡാർക്ക് പാറ്റേൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യക്തമായ ഓപ്റ്റ് ഔട്ട് ഓപ്ഷനുകൾ ഇല്ലാതെ ഒരു സബ്സ്ക്രിപ്ഷൻ സേവനത്തിലേക്ക് ഉപയോക്താക്കളെ യാന്ത്രികമായി എൻറോൾ ചെയ്യുക അടക്കമുള്ളവ ഡാർക്ക് പാറ്റേണിന്റെ ഉദാഹരണങ്ങളാണ്. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലെ ഡാർക്ക് പാറ്റേൺ തിരിച്ചറിയുന്നതിലൂടെ ഉപഭോക്താക്കളെ ശാക്തീകരിക്കാൻ കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പിന് സാധിക്കും. നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ഫോർ AI ആൻഡ് ഡേറ്റ അനലിറ്റിക്സിന് കീഴിലുള്ള ഐരാവത് AI സൂപ്പർ കമ്പ്യൂട്ടറിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ നൂതന സംവിധാനം ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലെ നിലവിലുള്ള ടെക്സ്റ്റ്, ഡിസൈൻ ഘടകങ്ങൾ വിശകലനം ചെയ്ത് അവ ഉപഭോക്തൃ മനഃശാസ്ത്രത്തെ സ്വാധീനിക്കാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കുന്നു. ഇ-കൊമേഴ്സ് ഉപഭോക്താക്കൾക്ക് എല്ലാ URLകളെയും കുറിച്ചും ആവശ്യമായ വിവരങ്ങൾ നൽകുന്നതാണ് ജാഗോ ഗ്രാഹക് ജാഗോ ആപ്പ്. അതേസമയം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച ഒന്നോ അതിലധികമോ ഡാർക്ക് പാറ്റേണുകളുടെ സാന്നിധ്യം സംശയിക്കുന്ന URLകൾ റിപ്പോർട്ട് ചെയ്യുവാൻ ജാഗൃതി ആപ്പ് ഉപയോക്താക്കളെ സഹായിക്കുന്നു. ഈ റിപ്പോർട്ടുകൾ പിന്നീട് സാധ്യമായ പരിഹാരത്തിനും തുടർന്നുള്ള നടപടികൾക്കുമായി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയിൽ പരാതികളായി രജിസ്റ്റർ ചെയ്യുന്നു. സംസ്ഥാന ലീഗൽ മെട്രോളജി പോർട്ടലുകളെ ഒരൊറ്റ ദേശീയ സംവിധാനത്തിലേക്ക് സംയോജിപ്പിക്കുന്നതിനുള്ള ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇ-മാപ്പ് പോർട്ടൽ. ഈ സംരംഭം ബിസിനസ്സുകൾക്കുള്ള ലൈസൻസിംഗ്, സ്ഥിരീകരണം, രജിസ്ട്രേഷൻ പ്രക്രിയകൾ കാര്യക്ഷമമാക്കുകയും സുതാര്യത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ബിസിനസ് നടപടികൾ എളുപ്പമാക്കുക, ഉപഭോക്തൃ അവകാശങ്ങളെ പിന്തുണയ്ക്കുക, ഡേറ്റ അധിഷ്ഠിത ഭരണം പ്രാപ്തമാക്കുക എന്നിവയാണ് ഈ മാപ്പിന്റെ ലക്ഷ്യം. എല്ലാ രംഗങ്ങളിലും നിർമ്മിത ബുദ്ധി ഒരു പുതിയ രീതിയായി മാറിയിരിക്കുന്നു. ഉപഭോക്താക്കളെ ശാക്തീകരിക്കുന്നതിൽ AI വാഗ്ദാനം ചെയ്യുന്ന നൂതന സൌകര്യങ്ങളും പരിഹാരങ്ങളും സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. വിപുലമായ സവിശേഷതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉപഭോക്തൃകാര്യ വകുപ്പ് അതിന്റെ ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ പോർട്ടൽ നവീകരിച്ചു. അതുവഴി മെച്ചപ്പെട്ട പ്രവർത്തനക്ഷമത, നാവിഗേഷൻ, വേഗത്തിലുള്ള പരാതി പരിഹാരം എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. രാജ്യത്ത് ഉടനീളമുള്ള ഉപഭോക്താക്കൾക്ക് സുഗമവും സമഗ്രവുമായ അനുഭവം ഉറപ്പാക്കിക്കൊണ്ട് ബഹുഭാഷാ പിന്തുണയും AIയിൽ പ്രവർത്തിക്കുന്ന ചാറ്റ് ബോർഡുകളും ഇതിൽ ഉൾപ്പെടുന്നു. പരിശോധന, ഗുണനിലവാര വിലയിരുത്തൽ എന്നിവയിൽ വൈദഗ്ധ്യം നേടിയ രാജ്യത്തെ ഒരു പ്രമുഖ ശാസ്ത്ര സ്ഥാപനമാണ് നാഷണൽ ടെസ്റ്റ് ഹൌസിന്റെ ഗുവാഹത്തിയിലെ ഓർഗാനിക് ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഒരു പ്രധാന നേട്ടമായി. പൊതുജന ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് ഭക്ഷ്യപരിശോധനാ ലാബ് സൌകര്യത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. ഈ ലബോറട്ടറി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ വിജ്ഞാപനം ചെയ്തിട്ടുള്ളതും ലാബ് റെക്കഗ്നീഷൻ സ്കീമിന് കീഴിൽ BIS അംഗീകരിച്ചതുമാണ്. വൈദ്യുതി സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കുന്നതിന് NTH മുംബൈയിൽ ഒരു ലോ വോൾട്ടേജ് സ്വിച്ച് ഗിയർ ടെസ്റ്റിംഗ് ലബോറട്ടറി സ്ഥാപിച്ചു. രാജ്യത്ത് ഉടനീളമുള്ള ഉൽപ്പന്ന സുരക്ഷ, ഗുണനിലവാരം, ഉപഭോക്തൃ വിശ്വാസം എന്നിവ വർദ്ധിപ്പിക്കാനുള്ള NTHന്റെ സമർപ്പണത്തെ ഈ സംരംഭങ്ങൾ അടിവരയിടുന്നു. തൂക്കമളക്കൽ ഉപകരണങ്ങളുടെ കൃത്യത, വിശ്വാസ്യത, ആഗോളതലത്തിൽ പാലിക്കൽ എന്നിവ ഉറപ്പാക്കുന്നതിന് ഉപഭോക്തൃകാര്യ വകുപ്പ് CDACുമായി സഹകരിച്ച് 6 റീജിയണൽ റഫറൻസ് സ്റ്റാൻഡേർഡ് ലബോറട്ടറികളിൽ സോഫ്റ്റ്വെയർ പരിശോധനാ സൌകര്യങ്ങൾ സ്ഥാപിക്കുന്നതാണ് മറ്റൊരു നിർണായക നീക്കം. നിലവിൽ RRSL അഹമ്മദാബാദിലെ ടെസ്റ്റിംഗ് സൌകര്യത്തിന്റെ ഇൻസ്റ്റാളേഷൻ CDAC പൂർത്തിയാക്കിയിട്ടുണ്ട്.
ആഭ്യന്തര നിർമ്മാതാക്കൾക്ക് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും സർട്ടിഫിക്കേഷൻ ചെലവുകൾ കുറയ്ക്കുന്നതിനും ആഗോള വിപണിയിലെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും പ്രാപ്തരാക്കുന്നതിലൂടെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് സൌകര്യം മേക്ക് ഇൻ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു. പരാതികളുടെ വെർച്വൽ ഹിയറിംഗ് ഉപഭോക്താക്കൾക്ക് കാര്യക്ഷമവും പ്രാപ്യവുമായ നീതി ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയെ പ്രതിഫലിക്കുന്നതായി ദേശീയ ഉപഭോക്തൃ ദിനത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ സംഘടിപ്പിച്ച ചടങ്ങിനെ അഭിസംബോധന ചെയ്യവെ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. Ensuring that justice becomes more inclusive, accessible, and efficient, leveraging the transformative power of the digital technology. As Honorable Prime Minister Shri Narendra Modi ji has said, the consumer plays an important role in the economy. The Government of India is not only focusing on the consumer's protection, but also consumer's prosperity. India currently is the 5th largest economy in the world and the 4th largest consumers market, providing the ample of opportunities for the consumer-based economy. The Consumer Act 2019 marked a transformative milestone in India's consumer protection framework. The Consumer Protection Act 1986 was replaced in 2019 to adapt to the transformation that the Indian economy was witnessing under the leadership of Prime Minister Shri Narendra Modi ji. ഉപഭോക്തൃ താൽപര്യ സംരക്ഷണത്തിനായി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി കഴിഞ്ഞ വർഷങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങൾ കേന്ദ്രമന്ത്രി ചടങ്ങിൽ എണ്ണിപ്പറഞ്ഞു. ഡിജിറ്റൈസേഷൻ, നീതി ഉറപ്പാക്കൽ എന്നിവയുടെ പ്രാധാന്യം മുൻനിർത്തിയുള്ള നിരവധി സംരംഭങ്ങളാണ് കഴിഞ്ഞ വർഷം കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം നടപ്പിലാക്കിയത്. പുതിയ കാലത്ത് ഉപഭോക്തൃ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര സർക്കാർ നൽകുന്ന മുൻഗണനയാണ് ഇത് വിളിച്ചോതുന്നത്.